ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ലഞ്ച് ബ്രേക്കിന് ഫുഡൊക്കെ അടിച്ച് കയറ്റിയിട്ട് പിന്നെയും മധുരം കഴിക്കാൻ പോവാണ്. കൃഷ്ണേന്ദു മിസ്സിന്റെ കൂടെ കമ്പനിക്ക് പോകുന്ന കൂടെ ഇവര് വെറുതെ വന്ന കഴിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ലാത്തതുകൊണ്ടും ബേക്കറി ഐറ്റംസ് ഇഷ്ടമായതുകൊണ്ടും നമ്മൾ എപ്പോഴും ബേക്കറി കയറും. നാഗമ്പടത്തുള്ള ഗോൾഡൻ ബേക്കറിയിലാണ് നമ്മുടെ ഇന്നത്തെ വിസിറ്റ്. കൃഷ്ണേന്ദു മിസ് പറഞ്ഞു ഇവിടെ അടിപൊളി ഒരു ഐറ്റം ഉണ്ട്, ബൂസ്റ്റ് കേക്ക്. അത് നമുക്ക് ട്രൈ ചെയ്യാം. പുള്ളിക്കാരത്തിന്റെ ഫേവറേറ്റ് ഐറ്റമാ. ഞാനത് കഴിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ദിസ് ഈസ് ബൂസ്റ്റ് കേക്ക് ഫോർ 25 rupees. ഗോൾഡൻ ബേക്കറിയിൽ ഉച്ചര സമയത്തൊക്കെ ഭയങ്കര ആളാണ്. അങ്ങനെ ചേച്ചി നമുക്ക് വേണ്ടി 2 സീറ്റ് കണ്ടുപിടിച്ചു. ഈ ബേക്കറിയിൽ നിന്നാണ് ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ മേടിക്കാറ്. അതൊക്കെ നല്ലതാട്ടോ. അങ്ങനെ ചേച്ചി 2 ബൂസ്റ്റ് കേക്ക് ഓർഡർ ചെയ്തു. അപ്പൊ നമ്മൾ മെനു ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്തു. എന്റെ കർത്താവെ, ആ കോലൊന്ന് കാണണം. അറ്റത്തൊക്കെ ആരാണ്ട് കടിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നത്. മെനു കാർഡ് മാറാൻ സമയമായി ഗൈസ്. ആ മൂഡ് പോയി. പിന്നെ അതങ്ങ് അടച്ചു വെച്ചു. പിന്നെ 2 കേക്ക് കഷ്ണത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഈ ആന്റിയെ കണ്ട എന്റെ പോലെ മുടിയില്ല. അങ്ങനെ നമ്മുടെ കേക്ക് വന്നു, ബൂസ്റ്റ് കേക്ക്. 50 രൂപയുടെ മുതൽ ആ പ്ലേറ്റിൽ ഇരിക്കുന്ന അറിയോ. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു ഗൈസ്. നമ്മൾ വിചാരിച്ചതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വിപ്പിംഗ് ക്രീം ഒന്നും അധികം അതിനകത്ത് ചേർത്തിട്ടില്ല. ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ല ഓപ്ഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എക്സാക്ട് ആ ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ. ചേച്ചി ആസ്വദിച്ച കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ച കേക്കിന്റെ പൈസ കൂടെ ചേച്ചി കൊടുത്തു. സ്നേഹമുള്ളവരായ ഇങ്ങനെ വേണം കേട്ടല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ സ്നേഹമുള്ളവർക്ക് മേടിച്ചു കൊടുക്കണം. ആ ഫ്രണ്ടിൽ ഇരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് റോൾ ഇത് നല്ല ചൂടുണ്ടായിരുന്നു. പിടിച്ചപ്പോ 160 രൂപ. ഒന്നും നോക്കിയില്ല, അവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങി. അപ്പൊ നമ്മൾ പരിചയമുള്ള 2 മുഖങ്ങൾ കണ്ടു. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ്, സോനയും ഫൈറൂസും. ഏതായാലും കണ്ട സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ. കടയിൽ കയറി ഓർഡർ ചെയ്തോളാൻ പറഞ്ഞത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. കുറെ നേരത്തേക്ക് അവർ ചില്ലും കൂട്ടി തന്നെ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇന്നത്തെ കാര്യം ഗുദാഹവ. അങ്ങനെ അവർ ഓർഡർ ചെയ്തു ചിക്കൻ മഞ്ചൂരി പപ്സും ഒരു ഡോണട്ടും. ഇപ്പോഴാ ശ്വാസം ഒന്ന് എന്റെ നേരെ വീണത്. പിന്നെ അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആ നേരം കൊണ്ട് നമ്മൾ കേക്കിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 2 പാവം പിള്ളേരെ നിങ്ങൾ കണ്ടോ. ഈ മുഖങ്ങൾ കണ്ടാൽ എങ്ങനെ മേടിച്ചു കൊടുക്കാതിരിക്കാൻ തോന്നും. അങ്ങനെ ചേട്ടൻ വന്ന എല്ലാം വൃത്തിയാക്കി. അവസാനം നമ്മുടെ സാധനം വന്നു. അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഫൈറൂസ് നൈസായിട്ട് സോസ് അങ്ങ് എടുത്തു. ഡോണറ്റിന് മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സോന. അവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡയറി മിൽക്കിന്റെ കളക്ഷൻ നോക്കി. എന്തോരം ഡയറി മിൽക്കാ. ഇതൊക്കെ കണ്ടിരിക്കുക. പിന്നെ കുറെ ഡപ്പയ്ക്കകത്ത് കുറെ ബിസ്ക്കറ്റ്. നല്ല രസം എല്ലാം കാണാം. എല്ലാം അടുക്കി വെച്ചേക്കുന്നു. ഫൈറൂസിന് സാധനം ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. കൈ കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ആ പല്ല് കണ്ടപ്പോ എനിക്ക് ബാസന്തി ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് കഴിക്ക് മിസ് എന്ന് നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്കറിയാലോ, ഐ ഹാവ് നോ നാണം. പപ്സ് കൊള്ളായിരുന്നു. പക്ഷെ ചേച്ചി നമ്മുടെ ബില്ല് കൊടുത്തോണ്ട് അവരുടെ ബില്ല് ഞാൻ കൊടുത്തു. തിരിച്ചൊറ്റ ഓട്ടോ ക്ലാസ്സിലോട്ട്. സന്തോഷേട്ടാ, നന്ദിയുണ്ട് ഭാഗ്യശ്രീയോട്. അങ്ങനെ നമ്മൾ മടങ്ങി തിരിച്ച് സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് പോയി. ഉജ്വൽ സാർ ടാറ്റ തരുന്നതല്ല കേട്ടോ, മറക്കുന്നേ. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കസേര ഒടിഞ്ഞു പോയി. അപ്പൊ ഡോണ്ട് സിറ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഡേഞ്ചറിന്റെ പടം വരച്ചത് സോനെ. ഫേക്ക് സർപ്രൈസ് കാണിച്ച് ചുമ്മാ നമ്മൾ വീഡിയോ എടുത്ത. ഇരിക്കട്ടെ, എല്ലാം ഒരു ഷോ തന്നെ.